രക്ഷപ്പെടുമോ നോക്കാനുള്ള തീരുമാനമാണ്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. അതുകൊണ്ട് മുത്തുനബിയോട് ഞാൻ ഒരഭിപ്രായം ചോദിക്കട്ടെ, എന്റെ സ്വലാത്ത്, എന്റെ ഇബാദത്തിന്റെ എത്ര ഭാഗമാക്കണം തങ്ങളെ ഞാൻ? ഫർളായ നിസ്കാരം, നോമ്പ് ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷേ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യേണ്ട സമയം മുഴുവനും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ, എന്റെ ഫർളായ സംഗതികളൊക്കെ കഴിഞ്ഞിട്ട് സുന്നത്ത് ചെയ്യുന്നതൊക്കെ സ്വലാത്ത് ചെല്ലാനാണ് തീരുമാനിച്ചാൽ അതിൽ എത്ര സമയം ഞാൻ സ്വലാത്ത് ചെല്ലണം? തങ്ങളോട് ചോദിക്കാം, സുന്നത്തിന് വേണ്ടി നീക്കി വെക്കുന്നതിന്റെ എത്ര ഭാഗമാണ്? 10%, 20%, 30%? എത്രയാണ് തങ്ങളെ എന്റെ ഇബാദത്തിൽ നിന്ന് സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കേണ്ടത്? മുത്തുനബിയോട് മുത്തുനബി പറയുന്ന മറുപടി കേട്ടോളൂ. മുത്തുനബി പറഞ്ഞു, നിനക്കുദ്ദേശിച്ചത്, നിനക്കുദ്ദേശിച്ചത്രയാക്കാം എന്ന് പറഞ്ഞാൽ നീ എത്രയാ ഉദ്ദേശിക്കുന്നത് അത്ര, ഞാനത് നിർണയിക്കൂല അത്ര. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഖുൽതു അർറുബു യാ റസൂലല്ലാഹ്. നബിയെ, എന്റെ ആകെ സമയത്തെ 4 ഭാഗമാക്കിയിട്ട് 4-1 ഞാൻ തിരുനബിയുടെ പേരിലുള്ള സ്വലാത്തിന് നീക്കി വെച്ചാലോ? എന്റെ ഒഴിവ് സമയത്തിന്റെ 4-1 തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാം. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വൃത്തികെട്ട ചിത്രങ്ങളും അതുപോലെ തന്നെ ഉളുപ്പില്ലാത്ത കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏതെങ്കിലും വൃത്തികെട്ട പുസ്തകങ്ങൾ വായിച്ച് സമയം കൊല്ലുമ്പോൾ, എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സമയം കൊല്ലുന്ന ഉമ്മമാരടക്കമുള്ള ഒരു കാലഘട്ടം, ഞാൻ ചോദിക്കട്ടെ, ഒരു 10 സ്വലാത്ത് ചൊല്ലിക്കൂടെ എന്റെ ഉമ്മമാരെ നിങ്ങൾക്ക്? എന്നും റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത്, ഒരു 100 സ്വലാത്ത്, എത്രയാ നിങ്ങൾക്ക് കഴിയാമെങ്കിൽ അത് നിങ്ങൾ ചൊല്ലിയാൽ സിറാത്ത് പാലത്തിൽ നിങ്ങളെ കൈപിടിക്കാൻ മുത്തുനബി ഉണ്ടാകൂലേ? ഭൂമിയിലെ മുഴുവൻ പ്രയാസങ്ങളും അതുവഴി നിങ്ങൾക്ക് തീർന്നു കിട്ടൂലേ? നോക്കിക്കോളൂ, ഈ ഹദീസ് പൂർത്തിയാവട്ടെ, എന്നിട്ട് പറയാം. നീ ഉദ്ദേശിച്ചത്ര ചെല്ലാണ്. ഇയാൾ പറഞ്ഞു അർറുബുൾ. നബിയെ 4-1, 1/4 ഭാഗം, 25%. കുൽത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ, അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-1 എന്ന് ഞാൻ പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, കാല, നബി തങ്ങൾ പറഞ്ഞു, അതെ, 4-1 ആണെങ്കിൽ 4-1, നീ ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ. ഒന്നും കൂടെ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ ഗുണം നിനക്ക് തന്നെ. അങ്ങനെ ഉണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് അത് മതിയായിട്ടില്ല എന്നാണ്. ഇനിയും വന്നോട്ടെ, നീ വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗുണം നിനക്ക് തന്നെ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഫന്നിസ്ഫു യാ റസൂലല്ലാഹ്, എന്നാ പിന്നെ പകുതി സമയം തങ്ങൾക്ക് വേണ്ടിയാക്കാം. ഒരു 4-1 കൂടെ കൂട്ടാം. അപ്പൊ പകുതി സമയം ഞാൻ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താക്കിയാലോ? എന്റെ ആരാധനകളിൽ പകുതി. ഉടനെ തന്നെ മുത്തുനബി പറഞ്ഞു, കാലമാശിത, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് ഇഷ്ടമുള്ള അത്രയാക്കാം. ഇനിയും നീ കൂട്ടുകയാണെങ്കിൽ നിനക്ക് മെച്ചമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ 3/2 ഭാഗം. 3/2 പറയുമ്പോ പകുതിയേക്കാളുണ്ടാവും. 3/2 എന്ന് പറയുമ്പോ പകുതിയേക്കാളുണ്ടാവും. 60ന്റെ 3/2 40 അപ്പൊ 40 ഉണ്ടാകും. നേരെ പകുതി എന്ന് പറഞ്ഞാൽ 30 ഉണ്ടാവുള്ളൂ. അപ്പൊ 3/2 ഭാഗം ഞാൻ നബിയെ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. മുത്തുനബി പറഞ്ഞു, ചോദ്യത്തിൽ മാറുന്നുണ്ടെങ്കിലും മറുപടിക്കൊരു മാറ്റവുമില്ല. ഒരേ മറുപടിയാണ്, നിനക്കുദ്ദേശിച്ചത്ര ചൊല്ലാം. കുറക്കുന്നതിനും കൂട്ടുന്നതിനും എനിക്ക് വിരോധമില്ല. കൂട്ടിയാൽ അതിന്റെ ഗുണം നിനക്കാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഫഖുൽതു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ അജ്അലു ലക സ്വലാത്തി കുല്ലഹാ യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ മുഴുവൻ പ്രാർത്ഥനയും
നിങ്ങൾക്ക് വേണ്ടിയാണ് നബിയെ. എന്റെ സുന്നത്തായ അമല് ഞാൻ എന്ത് ചെയ്യുന്നോ അത് സ്വലാത്ത് ചെല്ലലായിരിക്കും. മുഴുവൻ സമയവും ഞാൻ ഒഴിവ് കിട്ടിയാൽ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. എന്താ തങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചപ്പോ മുത്തുനബിയുടെ മുഖമങ്ങ് തെളിഞ്ഞു. മുത്തുനബി പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക ഹമ്മദ് ദുനിയാ വഹമ്മൽ ആഖിറ. എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഏത് സമയത്തും നീ സ്വലാത്ത് ചൊല്ലാനാണ് നിന്റെ തീരുമാനമെങ്കിൽ പിന്നെ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ടെൻഷനില്ല. ഹമ്മദ് ദുനിയാ വഹമ്മൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും ടെൻഷൻ അല്ലാഹു നിനക്ക് തീർത്തു തരുന്നതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വയുഗ്ഫറു ലക. നിനക്ക് പുറത്തു തരും. റബ്ബുക, നിന്റെ മുഴുവൻ പാപങ്ങളും നിന്റെ മുഴുവൻ കുറ്റങ്ങളും നിനക്ക് പുറത്തു തരും. ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് ടെൻഷൻ ഉണ്ടാകൂല. സ്വലാത്ത് കൊണ്ട് മാത്രം കാര്യം നേടുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. ഞാൻ പറയുന്നു, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട്, കൂടുതലൊന്നും വേണ്ട. ഈ പ്രഭാഷണത്തിന്റെ ഒരു മാറ്റം, എല്ലാ വെള്ളിയാഴ്ച രാവും ഒരു 100 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകും, ചൊല്ലാത്തവരുണ്ടാകും. ചൊല്ലാത്തവരോട് ഞാൻ പറയുന്നു, ഇന്ന് വെള്ളിയാഴ്ച രാവാൻ, ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ നിങ്ങൾ വീട്ടിലെത്തണ്ട. കുറച്ച് മീറ്ററുകൾ നടക്കുമ്പോഴേക്ക് 100 സ്വലാത്ത് കഴിയും. അത്രയല്ലേ ഉള്ളൂ. ഇന്നങ്ങ് ഉദ്ഘാടനം മരിക്കോടും എല്ലാ വെള്ളിയാഴ്ച രാവിലും ഞാനൊരു 100 സ്വലാത്ത് ചൊല്ലുമെന്ന തീരുമാനം ഈ സദസ്സെടുത്താൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്കുമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ കിട്ടിയെങ്കിൽ എനിക്കുമുണ്ട്. ഞാനും നിങ്ങളും തീരുമാനിക്കണം. എന്നും വെള്ളിയാഴ്ച രാവ് പള്ളിയിൽ പോയി 100 സ്വലാത്ത് ചൊല്ലുന്ന ആണുങ്ങളുണ്ടാകും, വീട്ടിലിരുന്ന് ചൊല്ലുന്ന ഉമ്മമാരുണ്ടാകും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ആ വെള്ളിയാഴ്ച രാവിൽ ചൊല്ലുന്ന സ്വലാത്ത് 100 ഒരു 200 ആവണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ, അല്ലെങ്കിൽ 33 സ്വലാത്ത് ചൊല്ലാൻ, 11 സ്വലാത്തെങ്കിലും ചൊല്ലാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ, നീ തയ്യാറാണോ? സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, മരിക്കാൻ സമയമായില്ലേ? നമുക്കാകെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത്. ദുനിയാവിൽ കുറെ പ്രശ്നങ്ങൾ, ആഖിറത്തിൽ കുറെ പ്രശ്നങ്ങൾ. എപ്പോഴും അല്ലെ ദുനിയാവിലെ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആഖിറത്തിലേത് വരാനിരിക്കുന്നു. എല്ലാം തീരാനുള്ള ഒറ്റമൂലി മുത്തുനബി പഠിപ്പിക്കുന്നു. സ്വലാത്താണ്, സ്വലാത്താണ് വിടണ്ട.